ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫോളോ ത്രൂ സ്കീം. അപ്പോൾ ഞാൻ തോന്നുന്ന നാളായി ഒരു വീഡിയോ എടുത്തിട്ട് നമുക്കൊരു ജേണൽ വീഡിയോ ഒക്കെ ആയാലോ. യെസ് ഗായ്സ്, ഞാൻ എൻ്റെ ഒരു പുതിയൊരു ജേണൽ ബുക്ക് കാണിച്ചു തരാം. ഇത് പുതിയതല്ല ഗൈസ്, പഴയതാണ്. പക്ഷെ ഞാൻ ഇതിലുള്ള ജേണലൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ജേണൽ കാണാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ നമ്മൾ ജേണലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ജേണൽ പേജിന് വേണ്ടി നമുക്കൊരു ഫസ്റ്റ് ഒരു പേജ് വേണ്ടേ ഗൈസ്. അതാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു മിനിറ്റ് ഗൈസ്, ഒക്കെ കുറച്ച് അളവിരിക്കുക. പഴയ ജേണലാണ് ഗൈസ്, കണ്ടോ. ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് പേജ് വേണം നമുക്ക്, ജേണൽ ബുക്ക് എന്ന് പറഞ്ഞൊരു പേജ്. പിന്നെ ഉണ്ട് ഇത് ഇളക്കുമ്പോൾ ഇവിടെ ജേണലിന് എഴുതിയിട്ടുണ്ട് ഗൈസ്. ഇതെങ്ങനെ കാണിച്ചിരുന്നത് 1 minute. കണ്ടോ, ഇതാണ് ഫസ്റ്റ് പേജ്. ഇത് എഴുതിയിട്ടുണ്ട് ജേണൽ ബുക്ക്, നോട്ട്സ്, ഐഡിയാസ്, ഡ്രോയിങ്സ്, ജേണൽ, സ്റ്റോറി, സോങ്സ്. ഫസ്റ്റ് പേജ് ഇതാണ്. ഇനി നമുക്ക് സെക്കൻഡ് പേജിലോട്ട് പോവാം. സെക്കൻഡ് പേജ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ഫ്ലവേഴ്സ്, ലൈക്ക് ഒരു ഫ്ലവർ ലൈക്ക് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ജേണലിനൊരു പേര് വേണ്ടേ. പേര് അത്യാവശ്യം. ഒരു ജേണൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കതിന് അറ്റ്ലീസ്റ്റ് ഒരു സിമ്പിൾ പേരെങ്കിലും വേണം. അപ്പം ഞാൻ ഇട്ട പേരാണ് ബുക്ക് ഓഫ് ഫ്ലവർ ഫ്രണ്ട്സ്. പേര് ഗൈസ് എന്ന് വെച്ചാൽ ഒരു പാട്ടാണ്. നിങ്ങളെന്നെ റീഡ് ചെയ്തോ, ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ് ഗൈസ്. ലൈക്ക് 1 year ago ഈ പാട്ടൊക്കെ ഉണ്ടാക്കിയതാണ്. പിന്നെയെന്ന് വെച്ചാൽ ഒരു ആസ്തറ്റിക് വൈബ് പിടിക്കാമെന്ന് പറഞ്ഞ് ഞാനൊരു ലൈക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി. ഒരു ബുഷ് പോലെ വെറുതെ ഒരു ട്രീ, പിങ്ക് ഒക്കെ പറയാം. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഇതും വേറെ ഒരു ആസ്തറ്റിക് ലൈക്ക് ഒരു പീച്ച് വൈബ് ഉണ്ടാക്കി. ഇത് വേറൊരു പാട്ടാണ്. ഇത് ഞാൻ അടുത്ത ഇത് 2026 ന്യൂ ഇയറിന് വേണ്ടി ഉണ്ടാക്കിയൊരു പാട്ടാണ് ഗൈസ്. ഇതൊക്കെ ലൈക്ക് ജാനുവരിയിലൊക്കെ ഉണ്ടാക്കിയത്, ന്യൂ ഇയർ ടൈമിലാണ് ഞാൻ ഈ പാട്ട് ഉണ്ടാക്കിയത്. വെച്ചാൽ നമ്മൾ ജേണൽ സ്റ്റാർട്ടിങ് ആയി. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ബ്ലൂ ജേണലാണ്. കണ്ടോ, ഒരു ബ്ലൂ ജേണൽ. ഹോപ്പ് യു ലൈക്ക് ഓർ ഇത് ഒരു 3D സ്റ്റിക്കറാണ്. ലബുബുവിൻ്റെ 3D സ്റ്റിക്കർ കാണിച്ചതാണ്. അങ്ങനെ കണ്ട 3D സ്റ്റിക്കറാണ് ഇത്. ലൈക്ക് സൈഡ് ബ്ലൂ ഇങ്ങനെ വെറുതെ ക്ലിക്ക്. പിന്നെ ഇതൊരു ആസ്തറ്റിക്കാണ്. ലൈക്ക് പർപ്പിൾ പ്ലസ് ബ്ലൂ ഒരു വൈബിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഒരു ബ്രൗണിഷ് ജേണലാണ്. കണ്ടോ. പിന്നെ നമുക്ക് അടുത്ത ജേണലിലോട്ട് പോകാം. അടുത്തെന്ന് പറഞ്ഞാൽ ലൈക്ക് ഇത് കുറച്ച് ഓൾഡ് ജേണലാണ്. എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. കാരണം കണ്ടോ, ഇത് ഞാൻ സത്യം പറഞ്ഞാൽ വേറൊരു ബുക്കിലാണ് ചെയ്തത്. അതിലുള്ള പേപ്പർ ഇളക്കി ഇതിൽ ഒട്ടിച്ചതാണ് ഗൈസ്. കണ്ടോ, ഇത് ഞാൻ ലൈക്ക് 8 years ഒക്കെ ആയപ്പോൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഞാൻ 11 ഗൈസ്. ഞാൻ 8 ഒക്കെ ആയപ്പോൾ ഉണ്ടാക്കിയത്. 8 or 9 or 10 ഒക്കെ ആയപ്പോൾ ഉണ്ടാക്കിയതാണ് ഗൈസ്. എനിക്ക് ഒട്ടും ഓർമ്മയില്ല. ഞാൻ വേറൊരു ബുക്കിൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. പിന്നെ അത് കീറി ഇവിടെ ഒട്ടിച്ചതാണ് ഗൈസ്. കണ്ടോ ഗൈസ്. എനിക്ക് അത്രയ്ക്ക് ഐഡിയാസ് ഒന്നും ഇല്ലായിരുന്നു ജേണൽ ചെയ്യാൻ. പിന്നെ ഇതെന്ന് വെച്ചാൽ ലൈക്ക് 10 ആയപ്പോഴുള്ള ജേണലാണ്. 1 year ago ഉള്ള ജേണലാണ്. ലൈക്ക് ഒരു യെല്ലോയിഷ് തീം, ലൈക്ക് ഒരു സമ്മർ തീം എന്നൊക്കെ പറയാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു പിങ്ക്, കണ്ടോ, ഒരു പിങ്ക് ജേണൽ, ഒരു ക്യൂട്ട് ബോ ഒക്കെ ഇരിക്കുന്ന പിങ്ക് ജേണൽ. അടുത്തെന്ന് പറഞ്ഞാൽ ലൈക്ക് എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് ജേണലാണ്. കണ്ടോ, ലൈക്ക് എന്ന് വെച്ചാൽ ഫുൾ പർപ്പിളിഷ് വൈബ്. കണ്ടോ, കമ്മ്യൂണിസായിട്ട് ഉണ്ടാക്കിയതാണ്. ബിഫോർ 1 year ago അപ്പം ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം അടുത്തതെന്ന് ചോദിച്ച് ലൈക്ക് ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ്. ലൈക്ക് ഒരു അറബിക് തീമാണ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞുണ്ടാക്കിയതാണ്. കണ്ടോ, ഇവിടെ ഒരു തോന്നെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ചുറ്റും സ്റ്റിക്കർ അതെല്ലാം അളവിൽ പോയി. ഇതൊക്കെ ഓൾഡ് ജേണലായതുകൊണ്ടാണ്. പിന്നെ ഗ്രീൻ കളർ ഒരു എർത്തിൻ്റെ ലൈക്ക് ഒരു ഗ്രീനിഷ് അതിൻ്റെ ഒരു ജേണൽ ഗൈസ്. ഈ ജേണൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റും കൂടെ ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. കണ്ടോ, കുറച്ചും കൂടെ ഒരു ഈ വൈബ് വേണം, അത്രയ്ക്ക് പോരാ. കോമ്പിനേഷൻ തമ്മിൽ എന്തോ ഇതുണ്ട്. കണ്ടോ, ഇത് ഗോൾഡ്, ഇതൊക്കെ ഒരു കളർ കോമ്പിനേഷൻ തമ്മിൽ എന്തൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ കളർ കോമ്പിനേഷൻ ആണല്ല. പക്ഷേ ഈ ബ്ലാക്ക് ഇങ്ക് വന്നു പോയി ഗൈസ്, അതിൽ കൊളായിപ്പോയി. അതാരും കൂടി നോക്കണ്ട ഗൈസ്. കണ്ടോ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു പ്ലസ് പിങ്ക് ജേണൽ എന്നൊക്കെ പറയാം.
പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഇല്ല. ഞാൻ ഇവിടെ എനിക്ക് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. കണ്ട, ഇതിൽ നോട്ട്സ് എഴുതാൻ അവിടെ ലൈക്ക് നോട്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്തെങ്കിലും കുറച്ച് വേർഡ്സ് കണ്ട. ഇത് ഈ ജേണൽ എന്ന് പറഞ്ഞാൽ പർപ്പിൾ ബ്ലൂ പിങ്ക് പ്ലസ് ജേണലേ. അടുത്ത ജേണലിലോട്ട് പോകാം ഗൈസ്. അടുത്തെന്ന് വെച്ചാൽ എൻ്റെ 3rd ഫേവറേറ്റ് ജേണലാണ്. കണ്ടോ, കാണിച്ചരാ. ഒരു ഡാർക്ക് ബ്ലൂ പ്ലസ് ഡാർക്ക് പിങ്ക് ആണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐഡിയ ഇല്ല ഗൈസ്, വെറുതെ ഉണ്ടാക്കി വന്നതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ ആയിട്ട് ഇത് കോട്ടയം ക്യാൻഡി ജേണലാണ്. കോട്ടയം ക്യാൻഡി വേറെ ഉള്ള ജേണൽ. കണ്ടോ, അടുത്തത് ഒരു റെഡ് പ്ലസ് അടുത്ത ജേണൽ എന്ന് പറഞ്ഞാൽ ഒരു റെഡ് പ്ലസ് ഗ്രീൻ വൈബാണ്. ഇതിലുണ്ടാക്കിയ ഒരു ജേണല ഗൈസ്. ദിസ് ഇസ് മൈ 4th ഫേവറേറ്റ് ജേണൽ ഗൈസ്. ഇത് ജേണൽ എന്ന് പറയാൻ പറ്റില്ല. കണ്ടോ ഗൈസ്, ഇതെനിക്ക് ഒരു ദിവസം നല്ല ബോറടിച്ച് അപ്പോൾ ഞാൻ വെറുതെ പെയിൻറ്റ് വെച്ച് ഞാൻ കുറച്ച് പേര് നോട്ട്സ് എഴുതിക്കണ്ട കുറച്ച് സാധനങ്ങൾ അത് ഞാൻ സ്ക്രിബിൾ ചെയ്തോളൂ പെയിൻറ്റ് വെച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ജേണലാക്കി മാറ്റാണ്. കണ്ടോ, ഒരു സ്കേറി വൈബ് അങ്ങനത്തെ ഒരു ജേണലാണ്. 4th ഫേവറേറ്റ് ജേണൽ എന്നൊക്കെ പറയാം ഇല്ലേ? ജേണൽ എന്നൊക്കെ പറയാം. കണ്ടോ, 4th ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഇതിലൊരു എക്സാക്റ്റ് വൈബ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിത് 4th ആക്കി ഞാൻ ഫേവറേറ്റ്. കണ്ടോ, നെക്സ്റ്റ് ജേണൽ എന്ന് വെച്ചാൽ സമ്മർ. ഇപ്പോൾ സമ്മറൊക്കെ അല്ലേ ഗൈസ്, ഞങ്ങളുടെ സമ്മർ വെക്കേഷൻ ഒരു 5 ഡേയ്സും കൂടെ കഴിഞ്ഞ് ഞങ്ങളുടെ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സമ്മറിന് വേണ്ടിയുള്ള ഗൈസ് തീം ജേണലാണ്. കണ്ടോ, പിന്നെ അടുത്തെന്ന് വെച്ചാൽ അത് തന്നെ സമ്മറിൻ്റെ തന്നെ. കണ്ടോ, സമ്മറിൻ്റെ തന്നെ കഴിച്ചിട്ടെ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല ഈ ജേണൽ. ഇവിടെ കുറച്ച് ബ്ലാക്ക് ഇല്ലെന്ന് വെച്ചാൽ ഇത് പെയിൻ്റാണ്. ഇത് ഫുള്ള് ഞാൻ പെയിൻറ്റ് വെച്ച് ചെയ്തതാണ്. കണ്ടോ, ഇവിടെ പെയിൻ്റ് ഇല്ലേ, ഈ പെയിൻറ്റ് ഞാൻ ഉണങ്ങാതെ ഇത് അടച്ചു. തുറന്ന് നോക്കിയപ്പോൾ ഇവിടെ ഫുള്ള് ബ്ലാക്ക് ആയി ഗൈസ്. അതുകൊണ്ടാണ് അങ്ങനെയാണ് ഇത് പറ്റിയതാണ്. നമ്മൾ ജേണൽ അതിന് ഇത്രയുള്ള നമ്മളെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ.